എ സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ എ സജീവൻ, ഈ പെട്ടിയിലായ വോട്ട് സംബന്ധിച്ച കൂട്ടിക്കിഴിക്കലുകളിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ഈ ക്രോസ് വോട്ട് എന്ന ആക്ഷേപം പല മണ്ഡലങ്ങളിലും ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു മണ്ഡലം തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ കെ മുരളീധരൻ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത് CPM-ന്റെ വോട്ടുകൾ BJP-ക്ക് മറിഞ്ഞു എന്ന തരത്തിലേക്കാണ്. അത് തന്റെ വിജയസാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്കയിൽ നിന്നാവോ ഒരുപക്ഷെ മുരളീധരൻ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നത്? യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? കാരണം അതിവാശിയേറിയ ഒരു മത്സരം നടന്ന ഇടത്ത് CPI-യുടെ സ്ഥാനാർത്ഥിയെ കാലുവാരാൻ CPM നിന്ന് കൊടുക്കുമോ? അങ്ങനെ ഒരു ആക്ഷേപത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ? സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അത് നമ്മൾ മുകളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്രോസ് വോട്ട് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നടക്കും. അത് പാർട്ടികൾ അറിഞ്ഞിട്ടോ മുന്നണികൾ അറിഞ്ഞിട്ടോ നേതാക്കന്മാർ അറിഞ്ഞിട്ടോ ഒന്നും ആവണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട്. പണ്ട് കേരളത്തിൽ ധാരാളം മണ്ഡലങ്ങളിൽ BJP വോട്ടുകൾ കൃത്യമായിട്ട് മറിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും BJP നേതാക്കന്മാർ തന്നെ പിന്നീട് പല ആളുകളും സമ്മതിച്ച കാര്യമാണ്. അതേപോലെ കോൺഗ്രസിന്റെ വോട്ടുകൾ നേതാക്കന്മാർ അറിഞ്ഞിട്ട് മാറിയ, അല്ലെങ്കിൽ CPM-ന്റെ വോട്ടുകൾ അങ്ങനെ മാറിയ സംഭവമുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ക്രോസ് വോട്ട് എന്ന് പറയുന്നത് ഈ BJP മൂന്നാമത്തെ ഒരു ശക്തിയായിട്ട് കേരളത്തിൽ വന്നതോട് കൂടിയിട്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നമുണ്ട്. ന്യൂനപക്ഷങ്ങളും മതേതര വിശ്വാസികളും ഒക്കെ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല. അപ്പൊ നമുക്കറിയാമല്ലോ, നേമത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള വിജയമായിരുന്നു രാജഗോപാലിന് ഉണ്ടായിട്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് ക്രോസ് വോട്ട് പല സ്ഥലത്തും നടക്കും. അത് തൃശ്ശൂരിൽ അങ്ങനെ നടന്നാൽ നമുക്ക് LDF-ന്റെ വോട്ട് മറിയുമോ അല്ലെങ്കിൽ UDF-ന്റെ വോട്ട് രണ്ട് രീതിയിലും കാണാവുന്നതാണ്. അതിന്റെ സാധ്യത BJP-ക്ക് അത്യാവശ്യം നല്ല ശക്തിയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ അവർ നല്ല ശതമാനം വോട്ട് പിടിച്ചുള്ള സ്ഥലമാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് പരിഗണിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ടെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പത്തനംതിട്ടയും ഒന്ന് തൃശ്ശൂരുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സാധ്യത അങ്ങനെ ജയിച്ചാൽ, സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് ന്യൂനപക്ഷ വോട്ടുകൾ, മതേതര വോട്ടുകൾ പലപ്പോഴും അറിയാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മുരളീധരൻ അനുകൂലമായിട്ടാവാം, അതല്ലെങ്കിൽ സുനിൽകുമാർ അനുകൂലമായിട്ടാവാം. ആ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും പാർട്ടികളോ നേതാക്കന്മാരോ അറിഞ്ഞിട്ട് വോട്ട് മാറ്റുന്നൊരവസ്ഥയില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന ബൂത്തിൽ നിന്ന് ഇത്ര വോട്ടുകൾ മറിക്കുക, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരായിരിക്കും ആ വോട്ട് മറിച്ചു കൊടുക്കുക, ആരും അറിയില്ല. അപ്പൊ അതേപോലുള്ള സംഭവം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു സാധ്യത വളരെ കൂടുതലാണ്. അത് തൃശ്ശൂരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുമാണ്. ഈ തൃശ്ശൂരിൽ CPM സെക്രട്ടേറിയറ്റ് നടത്തിയ കണക്കെടുപ്പിൽ വടകരയിൽ മറിച്ചൊരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. കാരണം വടകരയിൽ ഈ BJP വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോകാനുള്ള സാധ്യത CPM മുന്നിൽ കാണുന്നുണ്ട്. അത്തരം സാധ്യതയുടെ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം വടകരയും കടുത്ത പോരാട്ടമായിരുന്നല്ലോ. വടകരയിൽ CPM നേതാക്കളെ പറയുന്ന പോലെ അല്ല. അവിടെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇതിനെ കണക്കുകൂട്ടേണ്ട പഴയ തെരഞ്ഞെടുപ്പുകളുടെ കണക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഞാൻ പറയുന്നത് 2009-ലെയും 2014-ലെയും 2019-ലെയും തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കൃത്യമായിട്ടും വടകരയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോഴേ പ്രവചിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവണം. അതായത് 2009-ൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. അതിന് കാരണം ആ സമയത്ത് CPM-ൽ വലിയ പിളർപ്പുണ്ടാവുന്നു. ആ പ്രദേശത്ത് TP ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ RMP രൂപീകരിക്കപ്പെടുന്നു. TP ചന്ദ്രശേഖരൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. അപ്പൊ മുല്ലപ്പള്ളി അവിടെ നിർത്തുന്നു. മുല്ലപ്പള്ളിക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത മണ്ഡലമായിരുന്നു അത്. പക്ഷെ അവർക്ക് മുല്ലപ്പള്ളിക്ക് ഉറപ്പ് കൊടുത്തുള്ളത് മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഞങ്ങൾ നിങ്ങൾ ജയിപ്പിക്കും. അതിന്റെ അർത്ഥം മുസ്ലിം ലീഗ് വോട്ടുകളും പരമാവധി മുസ്ലിം വോട്ടുകളും മുല്ലപ്പള്ളിക്ക് അനുകൂലമായിട്ട് മാറ്റുന്നു. അതിന്റെ ചിത്രം നമ്മൾ കണ്ടു. 2009-ൽ ഗംഭീരമായിട്ടുള്ള വിജയം മുല്ലപ്പള്ളിക്ക് ഉണ്ടായി. പക്ഷെ 2014-ൽ എത്തുമ്പോൾ നേരെ തിരിച്ചാണ് കാണുന്നത്. മുല്ലപ്പള്ളി ജയിച്ചു. എത്ര ശതമാനം വോട്ടിന്? 1% വോട്ടിന്റെ കൂടുതൽ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. രണ്ടുപേർക്ക് ഏതാണ്ട് 31 ആണ് രണ്ടുപേരുടെയും വോട്ട് ഷെയർ ഉള്ളത്. മുല്ലപ്പള്ളിക്കും ഷംസീറിനും കിട്ടിയുള്ളത് വെറും 0.48% വോട്ടിന്റെ വ്യത്യാസത്തില് വോട്ട് കൂടുതൽ നേടിയിട്ടാണ് മുല്ലപ്പള്ളി അവിടെ ജയിക്കുന്നത്. ആ 14-ന്റെ പ്രത്യേകത കൂടി നമ്മൾ നോക്കണം. 2009-ൽ TP ചന്ദ്രശേഖരൻ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചിട്ട് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. 2012-ൽ അദ്ദേഹം കൊല്ലപ്പെടുന്നു. കേരളം മുഴുവൻ വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചൊരു കാലമാണത്. ആ സംഭവം ഉണ്ടായിട്ട് പോലും 2 വർഷം കഴിഞ്ഞിട്ട് നടന്ന മത്സരത്തിൽ മുല്ലപ്പള്ളിക്ക് നേരത്തെ കിട്ടിയതിനേക്കാൾ വളരെ കുറഞ്ഞ വോട്ട്. അദ്ദേഹത്തിന് ജയം എന്ന് പറഞ്ഞത്
ജയത്ത് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെയുള്ള സംഭവം. അവിടെ മുസ്ലിം വോട്ടുകൾ ഷംസീറിന് അനുകൂലമായിട്ട് മാറി. അതാരും പറഞ്ഞിട്ടില്ല. പലപ്പോഴും അങ്ങനെ ഒരു മനസ്സുണ്ട്. ശരി, ശ്രീ സജീവൻ, താങ്കൾ ഒന്ന് ടെലിഫോണിക് ലൈൻ തുടരണം.